പ്രശാന്തൻ നവീൻ ബാബുവിൻ്റെ വീടിൻ്റെ അടുത്ത് ഈ കോഴി മുട്ടയിടാൻ കറങ്ങുന്നത് പോലെ ചുറ്റിക്കറങ്ങുന്നതായിട്ടൊക്കെയുള്ള വിഷ്വൽ കാണിച്ചല്ലോ. അത് എഡിറ്റ് ചെയ്തതാണ്. പ്രശാന്തൻ സി എമ്മിൻ്റെ ഓഫീസിൽ പരാതി കൊടുത്തായിട്ട് പറയുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടന്നിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ പൊതുസമൂഹം ചോദിക്കുമ്പോൾ അന്വേഷണ സംഘം അവരുടെ മുൻപിലൊക്കെ തന്നെ മുട്ടടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ശ്രീ വി രാജേഷ്, എല്ലാ വിവരങ്ങളും രേഖകളും കോടതി തന്നെ വിളിച്ചു വരുത്തിയതാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം തന്നെ എല്ലാ രേഖകളും പരിശോധിച്ചിട്ടുണ്ട്, എല്ലാ ആളുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രീ ബി എൻ ഹസ്കർ അടക്കം പറയുന്നത്. പ്രശാന്തൻ എന്ന് പറയുന്ന ആൾ, രണ്ടൊപ്പുള്ള പ്രശാന്തൻ എന്ന് പറയുന്ന ആൾ താൻ കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ് ആരോപണമായി മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാവുന്നതാണ് 2018 ഈ നിയമം അനുസരിച്ച് പോലും കൈക്കൂലി കൊടുത്താൽ അത് കുറ്റകൃത്യമാണ്. ജീവൻ രക്ഷിക്കേണ്ടി വരുന്ന നിസ്സഹായമായ സാഹചര്യത്തിലെ ഒഴികെ അപ്പോഴാണെങ്കിലും പിന്നീട് വിജിലൻസിനെ അറിയിക്കണം. അപ്പോൾ ഈ അങ്ങനെ കൈക്കൂലി കൊടുത്ത് ഒരു കാര്യം നേടിയെടുക്കാൻ ശ്രമിച്ച ഒരാൾക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. ഇയാൾ വിജിലൻസിൽ പരാതി കൊടുത്തു എന്ന് പറയുന്നു. അയാൾ വിജിലൻസ് ഓഫീസിൽ കൊടുത്ത CCTV ഈ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. വിജിലൻസ് ഓഫീസിൽ പോയി CCTV ദൃശ്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഈ കത്തിന്റെ പകർപ്പ് ചോദിച്ചാൽ വിജിലൻസ് കൊടുക്കില്ലേ? അപ്പോൾ ആ കത്തിന്റെ പകർപ്പ് പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അത് കോടതിയിൽ കൊടുത്തിട്ടില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കൃത്യമായ രേഖകളടക്കം സൂക്ഷിച്ചിട്ടുള്ള അന്വേഷണ സംഘത്തിന്, കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അന്വേഷണ സംഘത്തിന് വിട്ടുപോയ ഈ രേഖകൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അല്ല, ഞാൻ ഹസ്കർ പറഞ്ഞ ഒരു കാര്യത്തിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ രാഷ്ട്രീയമാണ്. ഒരു സംശയമുള്ളത്, ഈ ദിവ്യ കുറേ കാലങ്ങൾ കൊണ്ട് പലതരം പീഡനങ്ങളും അനുഭവിച്ചു വരികയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒട്ടും മനസ്സിലായില്ല. ആരുടെ ഭാഗത്തുനിന്ന്? ഈ പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നോ? ഇപ്പോൾ PP ദിവ്യ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിലോ വകവരുത്തിയ കേസിലോ പ്രതിയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ പീഡനങ്ങൾ അനുഭവിക്കാം എന്ന് പറയാം. വേറെ ആരുടെ ഭാഗത്തുനിന്ന് PP ദിവ്യ പീഡനം അനുഭവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഇത്തരത്തിൽ വെള്ളപൂശാൻ വേണ്ടി അങ്ങേപ്പോലെ ഒരാൾ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുസമൂഹം കാണുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ കുടുംബം, നവീൻ ബാബുവിൻ്റെ കുടുംബം ഒരു ജീവിതകാലം അത്രയും അടുത്ത തലമുറ ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾക്ക് നിങ്ങൾ ആരോട് കണക്ക് പറയും? പ്രത്യേകിച്ചും അദ്ദേഹം കൈക്കൂലി വാങ്ങിയെന്നാണ് നിങ്ങൾ ആരോപിച്ചിരിക്കുന്നത്. മാധു ചോദിച്ചതുപോലെ, താങ്കൾ ചോദിച്ചത് മാത്രമല്ല, നിരവധി രേഖകൾ ഇവർ കണ്ടെടുത്തിട്ടില്ല. ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഗീത നടത്തിയ അന്വേഷണത്തിൽ കൈക്കൂലി വാങ്ങുന്ന ഒരിടത്തും പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ADM ആകുന്നത് വരെ നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ. ഞാനൊക്കെ പൊതുപ്രവർത്തനം സജീവമാകുന്നതിന് മുമ്പ് പല ഉദ്യോഗസ്ഥന്മാരുടെയും തനിനിറം എനിക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾക്കൊക്കെ തന്നെ. ഇതിപ്പോൾ മാത് പറഞ്ഞ പോലെ കൈക്കൂലി കൊടുക്കുന്നതോ കൊടുക്കാമെന്ന് പറയുന്നതോ കുറ്റമാവും എന്നുള്ളത് കൊണ്ട് ഞാനതിപ്പോൾ ഇവിടെ ഒന്നും പറയുന്നില്ല. സാർ, ഒരു വില്ലേജ് ഓഫീസ് തുടങ്ങിക്കഴിഞ്ഞാൽ മുകളിലേക്ക് എത്തുന്നവരെ നവീൻ ബാബു കൈക്കൂലിക്കാരനാണെങ്കിൽ എന്നേ അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി ബ്ലാക്ക് മാർക്ക് വരണമായിരുന്നു. ഏതെങ്കിലും ഒരു കാര്യം, ഒരൊറ്റ പോയിന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നവീൻ ബാബുവിനെതിരെ? എവിടെയെങ്കിലും ഒരിടത്ത്? അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ണൂരിൽ വന്ന് പ്രശാന്തൻ്റെ ഒന്നും ആയിരിക്കില്ലല്ലോ കൈക്കൂലി വാങ്ങുന്ന സ്വഭാവമുള്ള ആളാണെങ്കിൽ വാങ്ങുന്നത്. അങ്ങനെ ആയിരിക്കില്ലല്ലോ. അതൊന്നും പറയാനില്ലാത്ത ഒരു ഉദ്യോഗസ്ഥന് ജില്ലാ കളക്ടറുമായിട്ട് ഒരു പ്രീ പ്ലാൻഡ് ഡ്രാമയുടെ ഭാഗമായിട്ട് ദിവ്യ അവിടെ വന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. ഗീത നടത്തിയ അന്വേഷണത്തിൽ ഒരിടത്തും പറയുന്നില്ല. അതോടൊപ്പം തന്നെ പെട്രോൾ പമ്പിന് അനുമതി നൽകുവാൻ വേണ്ടി കാലതാമസം 1 മണിക്കൂറെങ്കിലും ഉള്ളതായിട്ട് ഒരിടത്തും രേഖയിൽ പറഞ്ഞില്ല. കളക്ടർക്ക് മുന്നിൽ നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന് പറയുന്നത് ഒരിടത്തും ഒരു രേഖയുമില്ല. പ്രശാന്തന് 20 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് പറയുന്ന പ്രശാന്തൻ എന്തിനാണ് കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വർണം പണയം വെച്ച് പണം എടുക്കുന്നത്? അത് പറയുന്നില്ല. ദിവ്യയുടെ ഫോൺ പരിശോധിച്ചിട്ടുണ്ടോ? ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പ്രതിയുടെ ഫോൺ നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റി കേസ് ചെന്ന് ആദ്യം SI പറയും ഫോൺ അങ്ങോട്ട് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറയും. കോൾ വന്നു കഴിഞ്ഞാൽ SI എടുക്കും, അല്ലെങ്കിൽ CA എടുക്കും. ദിവ്യയുടെ ഫോൺ പരിശോധിച്ചിട്ടില്ല. പിന്നെ പ്രശാന്തനും ദിവ്യയും തമ്മിൽ ഒരു ആലുവ മണപ്പുറത്ത് വെച്ചോ പരിചയം പോലും ഇല്ലാത്തവരൊന്നുമല്ലോ. ആ ബന്ധം അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പോൾ മറ്റൊന്ന്, പ്രശാന്തൻ നവീൻ ബാബുവിൻ്റെ വീടിൻ്റെ അടുത്ത് ഈ കോഴി മുട്ടയിടാൻ കറങ്ങുന്നത് പോലെ ചുറ്റിക്കറങ്ങുന്നതായിട്ടൊക്കെയുള്ള വിഷ്വൽ കാണിച്ചല്ലോ. അത് എഡിറ്റ് ചെയ്തതാണ്. പ്രശാന്തൻ CMൻ്റെ ഓഫീസിൽ പരാതി കൊടുത്തായിട്ട് പറയുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടന്നിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ പൊതുസമൂഹം ചോദിക്കുമ്പോൾ അന്വേഷണ സംഘം അവരുടെ മുൻപിലൊക്കെ തന്നെ മുട്ടടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഹസ്കർ എന്താ പറഞ്ഞത്? PP ദിവ്യ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ജില്ലാ കമ്മിറ്റി അംഗമല്ല, പോളിറ്റ് ബ്യൂറോ മെമ്പറായി കഴിഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്കൊന്നുമില്ല. നിങ്ങൾ പാർട്ടിക്കാർക്ക് ജില്ലാ കമ്മിറ്റി അംഗം വലിയ കാര്യമായിരിക്കും, നിങ്ങൾ അംഗീകരിച്ചോളൂ. പക്ഷേ എന്തോ ഒരു വലിയ മഹാമനസ്കത ചെയ്തുപോലെ മാർക്സിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയ വിട്ടുവീഴ്ച നടത്തി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, ദിവ്യയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി, ദിവ്യയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് എന്തോ ഔദാര്യമാണ് സമൂഹത്തോട് കാട്ടിയെന്ന് പോലെയാണ് നിങ്ങൾ പറയുന്നത്. അന്ന് ദിവ്യയെ മാറ്റാതെ പരമാവധി നോക്കി
പരമാവധി ഒന്ന് നോക്കി മാറ്റാതെ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ അന്നൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ആ സാഹചര്യം കൊണ്ട് ഈ രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങളുടെ ഒക്കെ തന്നെ ചട്ടക്കൂടിൽ നിന്ന് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യുവാനും റിമാൻഡ് ചെയ്യാനും നിങ്ങളുടെ പാർട്ടി തയ്യാറായത്, ഗവൺമെൻറ് തയ്യാറായത്. ഞാനിതിൽ അപകടകരമായിട്ട് CPM കളിച്ച ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. കണ്ണൂരിൽ ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്നു, ദിവ്യയെ പാർട്ടിയുടെ ചുമതലയിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തുന്നു, അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ പത്തനംതിട്ടയിലെ മാർക്സിസ്റ്റ് പാർട്ടി കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവങ്ങളോടൊപ്പം നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് രണ്ട് രാജ്യമാണോ? പത്തനംതിട്ടയിലെ പാർട്ടി ഒരു ഭാഗത്ത് നാടകം കളിച്ച ആ കുടുംബത്തിനെ കൊണ്ട് കൂടുതലായി പ്രതികരിക്കുക, എന്ത് സമചിത്തതയോടെ എന്ത് മാന്യമായിട്ടാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. അത് പത്തനംതിട്ട പാർട്ടിയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും ശക്തമായിട്ട് വിഷയത്തിൽ ഇടപെടുന്നു, ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതായിട്ട് അഭിനയിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. കണ്ണൂരിൽ ദിവ്യയെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തും എന്ന് പറയുന്നു. എന്നിട്ട് കൃത്യമായിട്ട് സംഭവം തണുത്തതിന് ശേഷം കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ട് കേസ് അട്ടിമറിക്കുന്നു. ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് ഉത്തമ ബോധ്യമായതുകൊണ്ടാണ് കഴിഞ്ഞ 2-3 മാസം കൊണ്ട് ദിവ്യ പൊതുസമൂഹത്തിൽ പഴയതിനേക്കാൾ കൂടുതൽ സജീവമാകുന്നത്. CPM KK ശൈലജ, സദാനന്ദ മാഷിന്റെ കാലുവെട്ടിയ പ്രതികളെ ജയിലിലേക്ക് അയക്കാൻ പോകുന്നതും അതോടൊപ്പം തന്നെ ദിവ്യയെ മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ അന്വേഷണം അട്ടിമറിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നതും സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഞങ്ങളുടെ മുമ്പിൽ തലകുനിക്കാത്ത ഒരാളിനെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ളതാണ്. എടിമായിരുന്ന നവീൻ ബാബുവിന്റെ കൈവശം ഈ പരാതി പരിഗണനയ്ക്കായി ഇരുന്നത് 6 പ്രവൃത്തി ദിവസങ്ങൾ മാത്രമാണ്. ഒക്ടോബർ 9 നിരാക്ഷേപ പത്രം നൽകി. സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 9 ഇടയിൽ ഉണ്ടായിരുന്നത് ആകെ 6 പ്രവൃത്തി ദിവസമാണ്. 6 പ്രവൃത്തി ദിവസമൊക്കെ ഒരു ഫയൽ കൈവശം വെച്ചിരുന്നതിന് റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ വന്ന് ഈ തരത്തിൽ പരാമർശം നടത്തി. അതിനിടയിൽ 3 തവണ എന്തായി എന്ന് ചോദിക്കണമെങ്കിൽ ഈ നാട്ടിൽ ഒരൊറ്റ ഫയല് ഒരു മേശപ്പുറത്തും കിടക്കില്ല. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ജീവിതം എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെട്ടു പോയനെ. 6 ദിവസം ഇരുന്നതിന്റെ പേരിലാണ് ഈ കണ്ട അധിക്ഷേപങ്ങൾ മുഴുവൻ കേൾക്കേണ്ടി വന്നതും അദ്ദേഹത്തിന് ജീവൻ തന്നെ വെടിയേണ്ടി വന്ന ഒരു രോഗിയുടെ ചികിത്സാ സഹായത്തിന്റെ ഫയലിൽ ദിവ്യ ഇതുപോലെ ആവേശത്തോടെ ഇടപെട്ടെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഒരു കുട്ടിയുടെ ഫീസ് അടയ്ക്കാണെങ്കിൽ മനസ്സിലാക്കുന്നു. പെട്രോൾ പമ്പ് 4 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന്? 6 ദിവസമായിരുന്നു സാർ, 6 വർഷം ഫയൽ. അതിനിടയ്ക്ക് 3 തവണ താൻ തന്നെ എന്തായി വല്ലോ നടക്കുമോ എന്ന് ചോദിച്ചു എന്ന് VP ദിവ്യ തന്നെ പറയുന്നുണ്ടായിരുന്നു. 6 വർഷമല്ല 60 വർഷം ജില്ലാ കളക്ടർമാരുടെ ഓഫീസ് കെട്ടിക്കിടന്ന ഫയലുകൾ ഞാൻ കാണിച്ചു തരാം.